മലമ്പുഴ ഉത്രട്ടാതി വള്ളംകളിയിൽ സെക്കൻഡ് ഹീറ്റ്സ് തുടങ്ങിയിരിക്കുകയാണ്. സുനിഷ അയ്യല്ലൂരിലേക്ക് വീണ്ടും. സുനിഷ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 4 പള്ളിയോടങ്ങൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, രണ്ടാം ഹീറ്റ്സിലെ 4 പള്ളിയോടങ്ങളും ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫിനിഷിംഗ് പോയിന്റായ സത്രക്കടവിലേക്ക് എത്തുമെന്നതാണ്. ലാഗ, ഇടയാറന്മുള, കാട്ടൂര്, ചിറയിറമ്പ്, മാലക്കര ഈ 4 പള്ളിയോടങ്ങളാണ് പ്രധാനമായും രണ്ടാം ഹീറ്റ്സിൽ മത്സര രംഗത്തുള്ളത്. നിലവിൽ 1-ാം ട്രാക്കിൽ ലാഗ, ഇടയാറന്മുള, 2-ാം ട്രാക്കിൽ കാട്ടൂര്, 3-ാം ട്രാക്കിൽ ചിറയിറമ്പ്, 4-ാം ട്രാക്കിൽ മാലക്കര എന്ന നിലയിലാണ് നിലവിൽ മത്സരം നടക്കുന്നത്. ഏതായാലും മുന്നിൽ ലാഗ, ഇടയാറന്മുളയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ 1-ാം ഹീറ്റ്സിൽ മുന്നിൽ നിലവിൽ ലാഗ, ഇടയാളന്മുള സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 4 വള്ളങ്ങൾ ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. സെക്കൻഡ് ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനും അർജുൻ മട്ടനുമാണ് ഫിനിഷിംഗ് പോയിന്റിലുള്ളത്. അവരിലേക്ക് പോകും മുമ്പ് PR പ്രവീണിലേക്ക്. പ്രവീണ, കാണാമല്ലോ അല്ലേ? 4 വള്ളങ്ങളും തുഴഞ്ഞെത്തുകയാണ്. ഇപ്പോൾ 2 വള്ളങ്ങൾ അത് ഇഞ്ചോടിഞ്ചുള്ള മത്സരത്തിലാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ അവരുടെ പേരുവിവരങ്ങളും ഒക്കെ കാണാമെന്നാണ് കരുതുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ ഒരേ വേഗത്തിൽ ഒരേ കൈമെയ് വഴക്കത്തിൽ അവർ തുഴ എറിയുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലാണ് രണ്ടാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങൾ മത്സരത്തിൽ തുഴയുന്നത്. ആ തുഴച്ചിലിൽ പോലും അവർ അവരുടെ തനിമയെല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ആവേശം കൊള്ളിക്കുന്നുണ്ട്, തുഴക്കാർ ആവേശം കൊള്ളിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. തൊട്ടുപുറകിലുള്ള വള്ളങ്ങൾ എന്തായാലും ഒരു നല്ല വ്യത്യാസത്തിൽ തന്നെയാണ്. പക്ഷേ 2 വള്ളങ്ങൾ ഒരുമിച്ച് അവർ ആ മത്സരത്തിൻ്റെ എല്ലാ തനിമയും പുലർത്തിക്കൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. 4 വള്ളങ്ങളാണ് രണ്ടാമത്തെ ഹീറ്റ്സിലുള്ളത്. അതിൽ 2 വള്ളങ്ങളാണ് ഇപ്പോൾ ഈ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. 3-ാമത്തെ വള്ളം ആ ട്രാക്കിലേക്ക് വന്ന് കയറുന്നതേ ഉള്ളൂ. 4-ാമത്തെ പള്ളിയോടം വളരെ ദൂരത്തിലാണ്. എന്തായാലും പക്ഷേ വേഗം മാത്രമല്ല ഇവിടെ അടിസ്ഥാനമാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളും, ഈ തുഴയെറിയുന്നത്, അവരുടെ ചമയങ്ങൾ, അവരുടെ ആഘോഷം, അവർ അതിനകത്തെ വഞ്ചിപ്പാട്ട്, ഇതെല്ലാം തന്നെ മത്സരത്തിൽ കാര്യമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ കൂടി എല്ലാം കേന്ദ്രീകരിച്ചാണ് തുഴക്കാരെ നമുക്ക് കാണാം. പാട്ടുപാടിയും അതുപോലെ തന്നെ ഉച്ചത്തിൽ വഞ്ചിപ്പാട്ട് പാടിയും ഒക്കെ തുഴയെറിയുന്നവരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 2-ാം ഹീറ്റ്സിൽ.